വാർത്തകൾ തുടരുന്നു. ഇന്റർനെറ്റ് പണിമുടക്കിൽ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പ്രതിസന്ധിയിലായി. രാജ്യത്ത് മാത്രം 20,000-ലേറെ കമ്പ്യൂട്ടറുകളുടെ ഇന്റർനെറ്റ് പ്രവർത്തനമാണ് നിലച്ചത്. ഇന്റർനെറ്റ് പണിമുടക്കിയാൽ ഇത്രമാത്രം പ്രശ്നമാകുമോ എന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. തിങ്കളാഴ്ച രാജ്യത്ത് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളാണ് പ്രവർത്തനം നിലച്ചതിന്റെ പരുവത്തിലെത്തിയത്. തിങ്കളാഴ്ച മുതൽ ഇന്റർനെറ്റ് കണക്ഷൻ പലതും പരിധിക്ക് പുറത്തായ അവസ്ഥയിലായിരുന്നു. DNS ചേഞ്ചർ എന്ന മാരക വൈറസിന്റെ ഭീഷണി നേരിടുന്ന കമ്പ്യൂട്ടറുകൾക്കാണ് നെറ്റ് നഷ്ടപ്പെട്ടതെന്ന് വെബ്സൈറ്റ് രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്റർനെറ്റ് തെരച്ചിൽ നടത്തുമ്പോൾ ഉപയോഗിക്കുന്നയാൾ അറിയാതെ വ്യാജ വെബ്സൈറ്റുകളിലേക്ക് വഴിതിരിച്ചുവിടുന്ന അപകടകാരിയായ പ്രോഗ്രാമാണ് DNS ചേഞ്ചർ. ഇതിന്റെ ഭീഷണി നേരിടാൻ അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI തിങ്കളാഴ്ച സെർവർ ഓഫ് ചെയ്തതോടെയാണ് ഇന്ത്യയിലടക്കം ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പണിമുടക്കിയത്. കമ്പ്യൂട്ടറുകളിൽ പലതിനും ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാതായതോടെ കമ്പ്യൂട്ടറുകൾ തന്നെ കാര്യമായ ഉപയോഗമില്ലെന്ന അവസ്ഥയിലെത്തി. കഴിഞ്ഞ വർഷം സൈബർ കുറ്റവാളികളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഓപ്പറേഷൻ ഗോസ്റ്റ് ക്ലിക്കിന്റെ ഭാഗമായി FBI സെർവറുകൾ നിയന്ത്രണത്തിലാക്കുകയും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ കാലാവധി തിങ്കളാഴ്ച തീർന്നതോടെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത്. അമേരിക്കയും ഇറ്റലിയും കഴിഞ്ഞാൽ DNS ചേഞ്ചറിന്റെ ആക്രമണം ഏറ്റവും രൂക്ഷമായത് ഇന്ത്യയിലാണെന്നതാണ് പ്രശ്നത്തിന്റെ രൂക്ഷത മലയാളിയടക്കം ബാധിച്ചത്. CRC കോർഡിനേറ്റർമാരുടെ ജില്ലാതല പരിശീലനത്തിന് തുടക്കമായി. വർഷങ്ങൾക്ക് മുമ്പ് ജോലി നഷ്ടപ്പെട്ട അധ്യാപകരെ SSIയുടെ ഭാഗമായാണ് സർവീസിലെത്തിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകരായി ജോലി ചെയ്യുകയും പിന്നീട് പല കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെടുകയും ചെയ്തവരെയാണ് ഇപ്പോൾ CRC കോർഡിനേറ്റർമാരായി നിയമിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇത്തരത്തിൽ 26 അധ്യാപകരുള്ളതായാണ് കണക്ക്. എന്നാൽ 18 പേർക്കാണ് ഇത്തരത്തിൽ ഉഴവൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ പ്രവർത്തിക്കുന്ന കളത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പരിശീലനം നൽകി വരുന്നത്. 7 വർഷം മുമ്പ് വരെ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകർ ഇവരിൽ ഉൾപ്പെടുത്തുന്നു. സർവശിക്ഷാ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് CRC കോർഡിനേറ്റർമാരെ പുതിയതായി നിയോഗിക്കുന്നത്. വിദ്യാഭ്യാസ പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജോലി നഷ്ടപ്പെട്ടിരുന്ന ഈ അധ്യാപകർക്ക് CRC കോർഡിനേറ്റർമാരായി ശമ്പളം വാങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. 3 ദിനം നീളുന്ന പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. SSA കോട്ടയം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജോണി ജേക്കബ്, SSA പരിശീലകരായ MC ഓമനക്കുട്ടൻ, KV സാബു എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വരുന്നത്. 13 BRCകളിലെ റീട്രെഞ്ച്ഡ് ടീച്ചേഴ്സായിട്ടുള്ള 18 അധ്യാപകരെ CRC കോർഡിനേറ്റർമാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള SSA എന്താണ്, SSA പ്രവർത്തനങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള 3 ദിവസത്തെ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് SSA കോട്ടയം ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാം ഓഫീസർ ജോണി ജേക്കബ് സാറിൻ്റെ നേതൃത്വത്തിലാണ്. സ്കൂളിൽ നിന്നും വിവിധ കാലങ്ങളിൽ ഡിവിഷൻ പോയ പ്രശ്നത്തിൽ പുറത്താക്കപ്പെട്ട അധ്യാപകരാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ പാക്കേജിൻ്റെ ഭാഗമായിട്ട് SSA കോർഡിനേറ്റർമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. ആ 18 പേരും ഇപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 9-ാം തീയതി ഇന്നു മുതൽ തുടങ്ങി വെള്ളിയാഴ്ചയാണ് ട്രെയിനിങ് അവസാനിക്കുന്നത്. ഈ പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത് SSAയുടെ ലക്ഷ്യങ്ങൾ, SSAയുടെ പ്രവർത്തനങ്ങൾ, SSAയുടെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഓരോ ഇൻ്റർവെൻഷൻസ്. SSAയിൽ 10-14 ഇൻ്റർവെൻഷനുകളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും വിശദമായ ഒരു പരിചയപ്പെടുത്തൽ നടക്കുന്നുണ്ട്. അതുപോലെ SSA നോംസ്, ഒരു ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കണം, സ്കൂൾ ഓഫീസിൻ്റെ ആ പ്രവർത്തന രീതി എങ്ങനെ തുടങ്ങി ഒരു ഓഫീസർ മനസ്സിലാക്കേണ്ടതായ വിദ്യാഭ്യാസ രംഗത്ത് മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിലൂടെ ഇവർക്ക് നൽകാനുള്ള ശ്രമമാണ്. ഒരു ട്രെയിനിങ് എന്നതിലുപരി ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. കുറുപ്പന്തറ മാൻവെട്ടത്ത് ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം വിതറി. മാലിന്യം എത്തിച്ചത് വാഹനത്തിലാണെന്ന് വ്യക്തമായി. കുറുപ്പന്തറ കല്ലർ റോഡിൽ മാൻവട്ടം വിജയ ലൈബ്രറിക്ക് സമീപമാണ് വാഹനത്തിലെത്തിച്ച കക്കൂസ് മാലിന്യം വിതറിയത്. ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം എത്തിയത് ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച പരക്ക മഴ ലഭിച്ച സാഹചര്യത്തിൽ കക്കൂസ് മാലിന്യം സമീപമുള്ള ജലസ്രോതസ്സുകളിൽ ആകമാനം എത്തിയത് ആരോഗ്യ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയെ തുടർന്ന് കടുത്തുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഴയെ പ്രണയിച്ച് മൺമറഞ്ഞ വിക്ടർ ജോർജിന് തിങ്കളാഴ്ച സ്മരണാഞ്ജലി. മഴയെയും മഴത്തുള്ളികളെയും പ്രണയിച്ച പ്രമുഖ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിൻ്റെ ദീപ്ത സ്മരണകൾക്ക് തിങ്കളാഴ്ച 11 വയസ്സ്. പ്രകൃതിയെ സ്നേഹിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനെ പ്രകൃതി തന്നെ കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ഓർമ്മകൾ പുതുക്കുകയായിരുന്നു മാധ്യമ സമൂഹം തിങ്കളാഴ്ച. 2001 വെണ്ണിയാനി മലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് മലയാള മനോരമയുടെ സീനിയർ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായ വിക്ടർ ജോർജിനെ പ്രകൃതി കൂട്ടിക്കൊണ്ടുപോയത്. മഴയെയും
മഴത്തുള്ളികളെയും എന്നും ചെങ്ങാതിമാരായി കണ്ടിരുന്ന വിക്ടർ ഏറെ ആവേശത്തോടെയാണ് നേരം പുലരും മുമ്പേ കലിതുള്ളി പ്രകൃതിയുടെ ചിത്രം ക്യാമറ കണ്ണിലേക്ക് പകർത്തുവാനായി തൊടുപുഴയ്ക്ക് തിരിച്ചത്. പട്ടിത്താനത്തെ വീട്ടിൽ നിന്നും തിരിച്ച വിക്ടർ തന്റെ സ്നേഹനിധി കണക്കെ കരുതുന്ന മഴയെ ഫ്രെയിമിലാക്കി മടങ്ങാമെന്ന മോഹത്തിലായിരുന്നു. ലക്ഷക്കണക്കായ വാഹനക്കാർക്ക് മുമ്പിൽ വർഷങ്ങളായി നിശ്ചല ചിത്രങ്ങളിലൂടെ ഒട്ടേറെ അറിവ് പകർന്ന വിക്ടർ ജോർജിനെ അത്തവണ മാത്രം പ്രകൃതി തിരികെ നൽകിയില്ല. വെണ്ണിയാലി മലയിൽ ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലേക്ക് സംഹാര താണ്ഡവമാടിയെത്തിയ പ്രകൃതി വിക്ടറിനെ കൂടി കൈക്കുള്ളിലാക്കി മടങ്ങുകയായിരുന്നു. കാണക്കാരി വാഴക്കാലായിൽ കുടുംബാംഗമായ വിക്ടർ ജോർജ് കുറവലങ്ങാടിന് സ്വന്തം സന്തതിയാണ്. ആയിരക്കണക്കായ പ്രമുഖരെ വിദ്യാലോകത്തിലൂടെ സംഭാവന ചെയ്ത കുറവലങ്ങാട് ദേവമാതാ കോളേജിലെ മണിമുത്തുകളിൽ ഒരാളായിരുന്നു വിക്ടർ ജോർജ്. ഇനി സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. ബ്രിട്ടനിൽ ഇന്ത്യക്കാരിയായ മരുമകൾ അമ്മായിയമ്മയെ തല്ലിക്കൊന്നു. കുടുംബ വഴക്കാണ് കാരണം. മരുമക്കളോട് വാശി പിടിക്കുന്ന അമ്മായിയമ്മമാർ ജാഗ്രതയായി. വെറുതെ ജാഗ്രതയെന്നല്ല, എന്തെങ്കിലും തരത്തിൽ വാശി പിടിച്ചാൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മരുമകളെ പേര് വിളിച്ചതിന് പേരിൽ അമ്മായിയമ്മയ്ക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. വെറുതെയുള്ള മരണമാണെന്ന് കരുതിയാലും തെറ്റി. കലിമൂത്ത മരുമകൾ അമ്മായിയമ്മയെ കൊന്നു എന്നല്ല, തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. ബ്രിട്ടനിൽ നിന്നാണ് സംഭവം. ലണ്ടൻ സബ്താംപ്ടണിൽ താമസിച്ചു വരികയായിരുന്ന പഞ്ചാബി കുടുംബത്തിലെ മരുമകളായ 37-കാരിയായ രജീന്ദർ കൗറാണ് 56-കാരിയായ അമ്മായിയമ്മ ബൽജിത്ത് കൗർ ബട്ടറിനെ വീട്ടിൽ വെച്ച് തല്ലിക്കൊന്നത്. അമ്മായിയമ്മയെ മർദ്ദിച്ചു കൊന്നതിന് പോലീസ് അറസ്റ്റ് ചെയ്ത മരുമകൾ ഇക്കാര്യം അവസാനം സമ്മതിക്കുകയും ചെയ്തു. നിരന്തരമായി പേര് ചൊല്ലി വിളിച്ചതും അമ്മായിയമ്മ പോലും സഹിക്കാൻ വയ്യാത്തതിനാലാണ് ഇത്തരത്തിലുള്ള ദാരുണമായ കൃത്യം ചെയ്യേണ്ടി വന്നു എന്നാണ് മരുമകൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇനി അറിയിപ്പുകൾ. വയലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ജോസ് കെ മാണി MP നിർവഹിക്കുന്നു. സമ്മേളനോദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാവി നായർ അധ്യക്ഷത വഹിക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ചരമം. കുറവലങ്ങാട് തെക്കേപ്പറമ്പിൽ സോമൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴ സയൻസ് സിറ്റി തത്വത്തിൽ അംഗീകാരമായതായി ജോസ് കെ മാണി MP. കുറവലങ്ങാട് പഞ്ചായത്ത് മത്സ്യ മാർക്കറ്റ് ആരോഗ്യ ഭീഷണി ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതർ രംഗത്ത്. കടപ്ലാമറ്റത്തെ തൊഴിലാളി സമരം, പഞ്ചായത്ത് പടിക്കലെ സമരം നിരോധിച്ചു. കുറവലങ്ങാട്ട് വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം പദ്ധതിക്ക് തുടക്കം. സ്കൂൾ ഉച്ചക്കഞ്ഞി പദ്ധതി സർക്കാർ നിർദ്ദേശം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.